ഇന്ന് മാത്രമാണ് 6 മണിക്ക് ഷോ തുടങ്ങിയതുകൊണ്ട് ഇനി 10 മണിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ ഓരോ സ്ക്രീനിലും ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഷോ. ഞാൻ നിൽക്കുന്ന ഏരിയ സ്പെഷ്യൽ അടുത്ത ശനിയാഴ്ച 32 ഷോയാണുള്ളത്. അത്തരത്തിൽ ഈ ഓരോ മണിക്കൂർ ഇടവിട്ട് തിരുവനന്തപുരം നഗരത്തിലുടനീളം തിയേറ്ററുകളെല്ലാം ഷോ ഉണ്ടാകും. ഇന്ന് എന്തായാലും 6 മണിക്ക് അത് തുടക്ക ഷോ ആയതുകൊണ്ട്, ഫാൻ ഷോ ആയതുകൊണ്ട് എല്ലാ തിയേറ്ററുകളിലും 6 മണിക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഒരു 3 മണിക്കൂർ ഈ പൂരം ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ നമുക്ക് കുറച്ച് സമയം കാണേണ്ടി വന്നത്. ഇനി ഓരോ മണിക്കൂർ ഇടവിട്ട് സ്ക്രീനുകളിൽ ഷോ ഉണ്ടാകും. എന്തായാലും ഈ ഒരു അഭിപ്രായമാണ് പുറത്തേക്ക് എത്തുന്നതെങ്കിൽ അത് ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തുടർന്ന് വലിയ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകും തിയേറ്ററുകളിലേക്ക് എന്നുള്ളതിൽ സംശയമില്ല. കാരണം അത്രമാത്രം വലിയ പ്രതീക്ഷയാണ്. പിന്നെ മോഹൻലാലിനെ സംബന്ധിച്ച് കരിയറിലെ ഒരു മികച്ച സിനിമയാകുമ്പോൾ ഒരു വലിയ തിരിച്ചുവരവിന് തന്നെ കാരണമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും സിനിമകൾ ഇറങ്ങാനുണ്ട്. അത്രമാത്രം വലിയ ആവേശത്തിൽ, ഈ അടുത്തെങ്ങും കാണാത്തത്ര ആവേശത്തിലാണ് ആരാധകർ ഇറങ്ങിപ്പോകുമ്പോൾ അവർ മികച്ചത്, ഗംഭീരം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തോ വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത അത്രയും മികച്ചതായിരുന്നു സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത്. കുറച്ച് അല്പസമയം മുൻപാണ് നമ്മുടെ ദിവിഷ് മണി സിനിമ കണ്ടിറങ്ങിയത്. മലയാള സിനിമ താങ്ങുമോ ഈ സിനിമ എന്നാണ് ചോദിച്ചത്. അതായത് അത്രമാത്രം സാങ്കേതിക മികവോടുകൂടിയാണ് സിനിമ പുറത്തിറങ്ങിയത് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഓരോ മുഖങ്ങളിലും കാണുന്നത്. പറയേണ്ടത് സാങ്കേതിക തികവോടെ, നടന മികവോടെ ഇത്തരത്തിലൊരു സിനിമ, ഒരു ബ്രഹ്മാണ്ഡ സിനിമ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ ഇനി വരുന്ന സംവിധായകർക്കും എഴുത്തുകാർക്കും നിർമ്മാതാക്കൾക്കുമുള്ള ഏറ്റവും വലിയ ഭാരം പ്രതീക്ഷയുടേതായിരിക്കും. ഇതിനേക്കാൾ മികച്ചു നിൽക്കുന്നത് പുറത്തിറക്കുക എന്ന പ്രതീക്ഷ, അത് ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടി മാനസികമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു മലയാള സിനിമാ ലോകം. ഉറപ്പായും ഞാനും മോത്തിയും ഒക്കെ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി വന്ന പ്രേക്ഷകരുടെ പ്രതികരണത്തിലാണ്. അവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്ക് ഇട്ടിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ മടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബെഞ്ച് മാർക്ക്. മോളെ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ആരും ഇഷ്ടപ്പെട്ടത്? ലാലേട്ടൻ ആണോ? രാവിലെ എഴുന്നേറ്റ് വന്നു, എന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? മൊത്തത്തില് അടിപൊളിയായിരുന്നു. കാത്തിരിക്കുമായിരുന്നോ മോളി സിനിമ കാണാൻ? എത്ര നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു? 21-ാം തീയതിയാണ് എന്റെ സ്കൂൾ അടച്ച മുതൽ കാത്തിരിക്കുകയാണ്. എന്തായാലും അടിപൊളി. ഓക്കെ, അപ്പൊ അത് തന്നെയാണ്. അങ്ങനെ ഈ പറഞ്ഞ കാത്തിരുന്ന് വന്നവരുണ്ട്. എന്തായാലും മോദി സൂചിപ്പിച്ച പോലെ ഒരു ബെഞ്ച് മാർക്ക് ഇട്ടുകൊണ്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ മടങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ഷോ കഴിഞ്ഞ് ഇറങ്ങിയവർ പറഞ്ഞത്. എന്തായാലും അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം എങ്ങനെയുണ്ട് സിനിമ? പൊളിയാണ്, അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന സംവിധായകർക്ക് വെല്ലുവിളിയായിരിക്കും ഈ സിനിമ, അല്ലേ? അത്രമാത്രം വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് അറിയാമല്ലോ, ഹി നോസ് ഹൗ ടു കുക്ക്. അതുകൊണ്ട് വിഷയമല്ല. പൃഥ്വിരാജിന്റെ മേക്കിംഗ് എന്നൊരു മേക്കിങ്ങിലാണ് കളി. മൂന്നാമത്തെ ഭാഗം കാണാനും കാത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും, തീർച്ചയായും നമ്മളെല്ലാരും കാത്തിരിക്കാം. ക്ഷീണിച്ചോ? ആവേശം ക്ഷീണിച്ചു? തീർച്ചയായിട്ടും. ക്ഷീണം തോന്നുന്നുണ്ടോ ഈ സിനിമ? ഇല്ലല്ലോ, ഒരിക്കലും ക്ഷീണം തോന്നുന്നില്ല. മൂന്നാം ഭാഗം വരെ ഡാൻസ് ചെയ്യാനുള്ള എനർജി ഉണ്ടോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വരുന്ന സംവിധായകർക്ക് ഒരു വെല്ലുവിളി ആയിരിക്കും ഈ സിനിമ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പൃഥ്വിരാജ് ബോളിവുഡ് സ്റ്റൈലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വലിയൊരു വിജയമായിക്കട്ടെ മലയാള സിനിമ. സൂപ്പർ, ഒന്നും പറയാനില്ല, പൊളി, അടിപൊളിയാണ്. ഡാൻസ് ഉണ്ടോ? ഇനി ഞങ്ങൾ ഡാൻസ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് തന്നെയാണ്, ആ സന്തോഷം തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും മുഖത്തുള്ളത്. അപ്പോൾ എന്തായാലും ഇവരുടെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ അത്രമാത്രം സാങ്കേതിക മികവോടെ ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ ഏത് തരത്തിൽ മാറി, കാലഘട്ടം ഏത് തരത്തിൽ മാറി എന്നത് ഈ ആസ്വാദകരുടെ വാക്കുകളിൽ വളരെ കൃത്യമായി സംവേദനം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. കലാമൂല്യത്തെക്കുറിച്ച്, അത് പങ്കുവയ്ക്കുന്ന ആശയത്തെക്കുറിച്ച് പറയുന്നതിലും അപ്പുറം സാങ്കേതിക തികവോടെ ഈ സിനിമ നിർമ്മിച്ചു എന്നതിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഒരു പക്ഷേ അതിന്റെ ലൈറ്റിങ്ങിനെ കുറിച്ചോ, ഗ്രാഫിക്സിനെ കുറിച്ചോ, സിനിമാറ്റോഗ്രാഫിയെ കുറിച്ചോ, അത്തരത്തിൽ നിർമ്മാണ മികവ് എങ്ങനെയാണ് സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇവരൊക്കെ പങ്കുവയ്ക്കുന്നത്. അതൊരു കാലഘട്ടത്തിന്റെ മാറ്റം കൂടിയാണെന്ന് തോന്നുന്നു.